കണ്ട ഈ ചെറുക്കാൻ എനിക്ക് പറ്റിച്ച അങ്ങനെ തോന്നി. ഒന്നുമില്ല, ഇവൻ ഈ സ്റ്റിക്കർ ഇവിടെ മാറ്റി വെച്ചിട്ട് ഈ ഗൂഗിൾ പേന്റെ സ്റ്റിക്കർ ഇവിടെ സ്റ്റിക്കർ മാറ്റി വെച്ചിട്ട് പൈസ അടിച്ചത് ഇവന്റെ മെയിൻ പരിപാടി. ഇവന്റെ അക്കൗണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പൈസ ഇന്ത്യക്ക് വരുന്നില്ല. അല്ല, ഓനെ ഓഫീസിൽ നിന്ന് പിടിച്ചോടുന്ന ഞാന് ഒന്നും പറഞ്ഞിട്ടില്ല ഓനോട്. ഈ ചെറുക്കനോട് കണ്ടാ തോന്നുന്നു നമ്മളിങ്ങനെ ചെയ്യുന്നുള്ളത്. കണ്ടാ തോന്നൂല. ഒരു 4-5 ആഴ്ചയായിട്ട് ഇവിടെ ഡെയിലി വന്നിട്ട് ചായ കുടിച്ച് പൈസ തരുന്ന പോണ ആളാണ്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇയാൾ ഇടുന്നത് മാത്രല്ല, ഇവിടെ ആര് പൈസ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. ഫോൺ ചെക്ക് ചെയ്യും, പോലീസിനെ എടുക്കാം. തല്ലൊന്നും വേണ്ട, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാം? ഒന്നുമില്ല, ഡെയിലി ഇവിടെ വന്ന് ചായ പിടിക്കുന്ന ആളാണ്. ഞാൻ ഇടക്കിടക്ക് നോക്കും, അപ്പോഴൊന്നും എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നില്ല. ഞാൻ അങ്ങനെ ഒരു സംശയം വന്നോണ്ട് ഇവരോട് കാര്യം പറഞ്ഞാണ് അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. പൈസ ഇടുന്നുണ്ട്, അതേപോലെ ചായയും കുടിച്ച് ഡെയിലി പൈസ കറക്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ നോക്കിയോക്കാ. ആ സ്റ്റിക്കറിന്റെ മേലെ സ്റ്റിക്കർ ഇപ്പൊ 2 ദിവസമായിട്ട് എന്റെ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല. എല്ലാരും ഇടുന്നത് ഞാൻ ചെക്ക് ചെയ്ത് പൈസ കാരണം മാന്യമായിട്ട് ചിക്കറെ കൊട്ടിച്ച് പോയിക്കൂടെ എന്തായാലും. ഞാൻ 2-3 ആഴ്ചയായിട്ടൊന്നും കുഴപ്പമുണ്ടാകുന്നില്ല. പിന്നെ ഇപ്പൊ ഒരു 4 ദിവസമായിട്ട് നോക്കുമ്പോ അക്കൗണ്ടിൽ പൈസ ഒന്നും കയറുന്നില്ല. 3 ദിവസമായിട്ട് കയറില്ല. അപ്പൊ എനിക്ക് ഫോണില്ല, എനിക്ക് ചെക്ക് ചെയ്ത് പോയിക്കൂടെ? ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ 4 ദിവസമായിട്ട് പൈസ വരില്ല. ഞാൻ ഏട്ടന്മാരോട് പറഞ്ഞു ഇങ്ങനെ കാര്യമുണ്ട് എന്ന് പറഞ്ഞു. ഇതിപ്പോ എല്ലാവരും നടക്കുന്ന സംഭവമാണ്. എല്ലാവരും കുറേ സ്ഥലത്ത് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചുകൂടെ? എനിക്ക് നമ്മളെ അക്കൗണ്ട് അല്ലേ, നമ്മളെ കാര്യം നമ്മളെ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ പൈസ കൊടുത്താൽ സ്പീക്കർ കിട്ടും, അത് മേടിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ രാത്രിയിലും പേരെ പോയിട്ട് ചെക്ക് ചെയ്തവർക്ക് അതല്ലേ ഇപ്പം ചെയ്യേണ്ട. അല്ലാതെ ഇപ്പം നാട്ടുകാർ ഇവരെ പറ്റിച്ചു പോയി അറിഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇവരെ പണക്ക് കിട്ടി, അപ്പോൾ വേറെ ആരെങ്കിലും എന്താ പറ്റുക? കണ്ട നല്ല മാന്യത പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ചെയ്യുന്ന ആളാണല്ലോ. നമ്മളവിടുന്ന് പിടിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞിട്ടല്ലോ. ഇതൊക്കെ സംഭവം ശ്രദ്ധിക്കണം, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ അല്ലെങ്കിൽ സ്പീക്കർ മേടിച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ അക്കൗണ്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്കാനർ ഉണ്ടോ, ഈ സ്കാനർ സ്കാൻ ചെയ്ത് നോക്കുക നമ്മൾ. അപ്പോൾ നമ്മളെ അക്കൗണ്ട് തന്നെയെന്ന് അറിയാം. അല്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒരുപാട് ആൾക്കാർ പറ്റിക്കാനായിട്ട് അറിയിക്കണം. കണ്ട നല്ലതേമാതിരി നല്ല മാന്യതയൊക്കെയുള്ള ആൾക്കാരുടെ കാരണം പക്ഷെ പറ്റിച്ചിട്ട് പോകും. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുക, നമ്മളെ പൈസയാണ്, അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ നാട്ടില് ഒരു കാക്കാന്റെ കടയിൽ ഇതേപോലെ ഗൂഗിൾ പേന്റെ സ്റ്റിക്കർ മാറ്റി വെച്ചിട്ട് ഒരാൾ വന്ന് പറ്റിച്ചു. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങളിത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം കള്ളനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, നമ്മുടെ സുഹൃത്തിനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിക്കോട്ടെ ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.